എല്ലാവർക്കും ലോയൽ ബില നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ ഹോം ലോണിന് അപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട് എന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വില ദിനം പ്രതി കുതിച്ചു വരുമ്പോൾ സ്വന്തം ഭവനം കെട്ടിപ്പൊക്കാനായി പലരും ആശ്രയിക്കുന്നത് ഭവന വായ്പകളെയാണ്. ഭവന വായ്പ എടുക്കുന്നതിന് മുൻപ് മാസങ്ങളുടെ സാമ്പത്തിക വിലയിരുത്തലും ആസൂത്രണവും ആവശ്യമാണ്. ഭവന വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയണം. ഭവന വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിലും വേഗത്തിലും കിട്ടുന്നതിന് മികച്ച ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ്. കുറഞ്ഞ പലിശ നിരക്കിൽ നല്ലൊരു തുക തന്നെ വായ്പയായി ലഭിക്കാൻ ഉയർന്ന ക്രെഡിറ്റ് സ്കോർ സഹായിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് ക്രെഡിറ്റ് സ്കോർ? ഭവന വായ്പയ്ക്ക് നല്ലൊരു ഓഫർ ലഭിക്കാൻ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയായിരിക്കണം? ഇതിനൊക്കെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്താണ് ക്രെഡിറ്റ് സ്കോർ? നമുക്ക് നോക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യത നിർണ്ണയിക്കുന്ന 3 അക്ക സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ. 300-നും 900-നും ഇടയിലായിരിക്കും സ്കോർ. 300 ഏറ്റവും താഴ്ന്നതും 900 ഏറ്റവും ഉയർന്നതുമാണ്. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ പലിശ നിരക്കിൽ മികച്ച ലോൺ ഓഫറുകൾ നൽകുന്നു. ഭവന വായ്പയോ കാർ ലോണോ പേഴ്സണൽ ലോണോ ഏതുമാവട്ടെ, കടം നൽകുന്നയാൾ ആദ്യം പരിഗണിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് യോഗ്യതയും കടം തിരിച്ചടയ്ക്കാനുള്ള നിങ്ങളുടെ ശേഷിയും നിർണ്ണയിക്കാനാണ് ഈ നമ്പർ അവർ ഉപയോഗിക്കുന്നത്. ഭവന വായ്പയ്ക്ക് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്നും നിങ്ങളിൽ നിന്ന് എന്ത് പലിശയാണ് ഈടാക്കേണ്ടതെന്നും നിർണ്ണയിക്കാൻ ക്രെഡിറ്റ് സ്കോർ ഉപയോഗിക്കുന്നു. നല്ല ക്രെഡിറ്റ് സ്കോർ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭവന വായ്പ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ച പലിശ നിരക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉയർന്ന പലിശ നിരക്കിലേക്കോ ഭവന വായ്പ നിരസിക്കലിനോ ഇടയാക്കിയേക്കാം. ക്രെഡിറ്റ് സ്കോറിൻ്റെ റേഞ്ചുകൾ നമുക്ക് നോക്കാം. NA അല്ലെങ്കിൽ NH. ഈ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചരിത്രമൊന്നുമില്ല അല്ലെങ്കിൽ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതൊരിക്കലും നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യതയെ പ്രതിഫലിപ്പിക്കുന്നില്ല. 300-നും 549-നും ഇടയിലുള്ള ക്രെഡിറ്റ് സ്കോർ മോശമായാണ് കണക്കാക്കുന്നത്. ലോണുകളുടെ മുടങ്ങിയ EMIകളെയാണ് കാണിക്കുന്നത്. ഈ ക്രെഡിറ്റ് സ്കോർ ഉപയോഗിച്ച് വായ്പ നേടുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി 550-നും 649-നും ഇടയിലുള്ള ക്രെഡിറ്റ് സ്കോർ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കണക്കാക്കുന്നത്. എന്നാൽ വായ്പ ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ അവ ലഭിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അടുത്തതാണ് 650-നും 749-നും ഇടയിലാണെങ്കിൽ നല്ലൊരു ക്രെഡിറ്റ് സ്കോറാണ്. നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെന്നും ലോണുകൾ കൂടുതൽ വേഗത്തിൽ ലഭിക്കുമെന്നും മനസ്സിലാക്കാം. 750-നും 900-നും ഇടയിൽ ക്രെഡിറ്റ് സ്കോർ മികച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ശക്തമായ ക്രെഡിറ്റ് ചരിത്രമുണ്ടെന്ന് കാണിക്കുന്നു. കടം കൊടുക്കുന്നവർ നിങ്ങൾക്ക് മികച്ച ലോൺ ഓഫറുകൾ നൽകും. ക്രെഡിറ്റ് ബ്യൂറോയെ അടിസ്ഥാനമാക്കി റേഞ്ചിൽ വ്യത്യാസം വരാം. നിലവിൽ ഇന്ത്യയിൽ ക്രെഡിറ്റ് സ്കോറുകൾ നൽകുന്നത് 4 ക്രെഡിറ്റ് ബ്യൂറോകളാണ്. ട്രാൻസ് യൂണിയൻ സിബിൽ, എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, CRIF ഹൈമാർക്ക്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്